ഹായ് ഓൾ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്, ഞങ്ങളുടെ അമ്മൂസ് ആൻഡ് അപ്പൂസ് വേൾഡ് എന്ന ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്, റെസിപ്പി ട്രൈ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ട്രൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തേങ്ങ മിഠായിയാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു തേങ്ങ മിഠായി നമുക്കിന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ തേങ്ങ മിഠായിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ പാൽ ആവശ്യമുണ്ട്. കുറച്ച് ഫുഡ് കളർ ആവശ്യമായിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ കുറച്ച് വെള്ളം ആവശ്യമാണ്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയ്ക്ക് 1 കപ്പ് വെള്ളം തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഇതിനകത്തൊന്ന് ലയിച്ച് ചേർന്ന് ഇതൊന്ന് കുറുക്കി വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ പഞ്ചസാര വെള്ളം നന്നായി കുറുകി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതും കൂടി നന്നായിട്ടൊന്ന് കുറുകി വരണം. ഇനി നമുക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം ശർക്കര മതിയെങ്കിൽ ശർക്കര ചേർത്ത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഈ മിഠായി ഉണ്ടാക്കാം. ശർക്കരയാണെങ്കിൽ നമുക്ക് ഫുഡ് കളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ശർക്കര ഉപയോഗിച്ച് വേറൊരു ടേസ്റ്റിൽ നമുക്ക് തേങ്ങ മിഠായി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പാല് കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഈ പാലിലേക്ക് 1 നുള്ള് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ എനിക്ക് ഫുഡ് കളർ ചേർക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പോൾ ഈ പാലിലേക്ക് ഏതെങ്കിലും കളറുള്ള വെജിറ്റബിൾസ്, ക്യാരറ്റോ ബീട്രൂട്ടോ അരിച്ചെടുത്ത് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ മിക്സ് കുറുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇതേ ഒരു പരുവമാകുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ബൗളിലേക്ക് നന്നായിട്ട് നിരത്തി കൊടുത്ത ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ഇത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കൈയൊക്കെ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്നുകിൽ ബോളാക്കിയെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ തേങ്ങ മിഠായി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം ഞാനിതൊരു റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ ബോളാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ തേങ്ങ മിഠായി ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.